പത്തനംതിട്ട കോന്നിയിലെ ക്വാറി അപകടത്തിൽ രക്ഷാപ്രവർത്തനം എന്തായാലും ഉടനടി പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ബീഹാറിൽ വിപ്ലവകരമായ തീരുമാനവുമായി NDA. സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം. ബീഹാർ സ്വദേശികളായ വനിതകൾക്കാണ് എല്ലാ വിഭാഗങ്ങളിലും സംവരണം ലഭിക്കുക. ഭരണപരമായ കാര്യങ്ങളിൽ വനിതകളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ശ്രീകാന്താണ് ചേരുന്നത്. ശ്രീകാന്ത്, നേരത്തെ ശ്രീകാന്തിനെ സൂചിപ്പിച്ചതുപോലെ വിപ്ലവകരമായ ഒരു മാറ്റമാണ്, സുപ്രധാനമായ തീരുമാനമാണ്. 35% സ്ത്രീകൾക്ക് സംവരണം. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? രാജ്യത്ത് തന്നെ വിപ്ലവകരം എന്ന് വേണമെങ്കിൽ ഈ ഒരു മാറ്റത്തെ വിശേഷിപ്പിക്കാം, ഈ പ്രഖ്യാപനത്തെ വിശേഷിപ്പിക്കാം. കാരണം സ്ത്രീകൾക്ക്, വനിതകൾക്ക് സർക്കാർ ജോലികളിൽ എല്ലാ തസ്തികകളിലും 35% സംവരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് NDA സർക്കാർ ബീഹാറിൽ ചെയ്തിട്ടുള്ളത്. അതായത് അത് ഒന്നോ രണ്ടോ ഡിപ്പാർട്ട്മെൻറ്റുകളിലല്ല, മുഴുവൻ തസ്തികകളിലുമാണ് ഇത്തരത്തിൽ 35% സംവരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ സേവനങ്ങളിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും തലങ്ങളിലേക്കും നേരിട്ടുള്ള നിയമനങ്ങളിൽ ബീഹാറിലെ സ്ഥിരതാമസക്കാരായ സ്ത്രീകൾക്ക്, വനിതകൾക്ക് 35% സംവരണമുണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രഖ്യാപിച്ചത്. ഇതിലൂടെ വനിതാ പ്രാതിനിധ്യം ഈ ഭരണ സംവിധാനങ്ങളിൽ കൂടുതൽ കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ അടുത്തിടെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 400 രൂപയിൽ നിന്നും 1100 രൂപയാക്കി ബീഹാർ ഗവൺമെൻറ് വർദ്ധിപ്പിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് സ്ത്രീകളെ കയ്യിലെടുക്കുന്ന ഈ പ്രഖ്യാപനം വരുന്നതും. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഒരു ബീഹാർ യൂത്ത് കമ്മീഷൻ കൂടി അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. യുവാക്കളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും യുവാക്കളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സർക്കാരിന് ഉപദേശം നൽകുന്നതിനുമാണ് യൂത്ത് കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് സമഗ്രമായ മാറ്റം സ്ത്രീകളെയും ചെറുപ്പക്കാരെയും ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ബീഹാറിൽ വമ്പൻ പ്രഖ്യാപനവുമായി NDA 35% സംവരണമാണ് സർക്കാർ ജോലികളിൽ വനിതകൾക്ക് ഏർപ്പെടുത്തുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.